വോയിസ് ഓഫ് റിവൈവൽ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഭാരതത്തിന്റെ സ്റ്റേറ്റായ പഞ്ചാബിൽ വലിയ ഒരു ആത്മീയ ഉണർവ് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. In the early 20th century, there was a great revival that happened in the Indian state of Punjab. Tens of thousands of people came under the saving knowledge of Jesus Christ and were won to Christ. 10,000-കണക്കിന് ആൾക്കാർ കർത്താവിലേക്ക് തിരിയുന്ന വലിയ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. It was a great move of God that happened in Punjab and in the surrounding areas. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച കർത്താവിന്റെ ദാസനാണ് ജോൺ ഹൈഡ്. പ്രാർത്ഥനയുടെ അപ്പോസ്തലൻ എന്ന് പറയപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന ഹൈഡ് ആത്മഭാരത്താൽ കരഞ്ഞ് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് ആത്മാക്കളെ തരണമേ അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞ ഈ ദൈവത്തിന്റെ മനുഷ്യനാണ് അമേരിക്കയിൽ നിന്ന് മിഷണറിയായി വന്ന ജോൺ നെൽസൺ ഹൈഡ്. The man whom God used for this great move of God was the American missionary who came to India, John Hyde, also called as the apostle of prayer, the praying Hyde, the man who under the burden of God cried out and said, "Give me souls or I die." Hallelujah. He was a man of prayer. He was a man who went into the depths of prayer and intercession. ജോൺ ഹൈഡിന്റെ പിതാവ് ഇലിനോയ്സ് പട്ടണത്തിൽ അമേരിക്കയിലെ പ്രെസ്ബിറ്ററിയൻ ചർച്ചിന്റെ ഒരു പാസ്റ്ററായിരുന്നു. താനും ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ആത്മഭാരത്താൽ പിടിക്കപ്പെട്ട് ദേശങ്ങളുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സുവിശേഷം എത്താത്ത രാജ്യങ്ങളിൽ ദൈവമേ വേലക്കാരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മ മനുഷ്യനായിരുന്നു ജോൺ ഹൈഡിന്റെ പിതാവ്. ജോൺ ഹൈഡിന്റെ ജ്യേഷ്ഠ സഹോദരനായ എഡ്മണ്ട് ഹൈഡ് തന്റെ പിതാവിന്റെ പ്രാർത്ഥനയുടെ ഒരു ഉത്തരമായി തന്റെ ജീവിതത്തെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു മിഷണറിയായി ദേശങ്ങളിലേക്ക് പോകുവാൻ തന്നെ സമർപ്പിച്ച് ബൈബിൾ കോളേജിലേക്ക് പോയി പഠനങ്ങൾ ആരംഭിക്കുകയാണ്. ബൈബിൾ കോളേജിൽ പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് എഡ്മണ്ടിന് ഒരു വലിയ രോഗം പിടിപെട്ട് താൻ മരിക്കുവാൻ ഇടയായി തീർന്നു. അത് ജോൺ ഹൈഡിന്റെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ജോൺ ദൈവസന്നിധിയിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ നയിക്കുവാൻ ഇടയായി തീർന്നു. ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരനായ എഡ്മണ്ടിന് മേലുള്ള ആ ദൈവിക നിയോഗത്തെയും ദൈവവിളിയെയും ഞാൻ സ്വീകരിച്ച്, ദൈവമേ നീ എവിടോട്ടാണ് എന്നെ അയക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് സമർപ്പിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു എന്ന് ജോൺ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. John Hyde's father, Smith Harris Hyde, was a devout Presbyterian minister from Illinois, America, who constantly prayed, "God, send forth laborers into the mission fields, into the barren fields of the nations." And John's elder brother Edmund received that call and went to Bible college, but he died as a result of a disease that he contracted, and that affected John's life very much. And he went and sought the face of God and said, "God, here I surrender my life. Wherever you want me to go, Jesus, I give myself to you and I take responsibility." And the call of God that was upon my brother Edmund, and he surrendered and submitted his life to go to any place, any nation, any people group that God was calling him. പരിശുദ്ധാത്മാവ് ജോണിനോട് ഹേമിച്ച് ഭാരതത്തിലേക്ക് പോകുവാൻ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ 27 വയസ്സുകാരനായ ജോൺ ഹൈഡ് അമേരിക്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് യാത്രയാകുകയാണ്. 1892 ജോൺ ഹൈഡ് പഞ്ചാബിൽ എത്തി തന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ആദ്യ വർഷങ്ങളിലൊക്കെയും പഞ്ചാബിയും ഹിന്ദിയും ഉറുദു ഒക്കെ പഠിക്കാൻ ഒത്തിരി സമയമെടുത്തു. തനിക്ക് കേൾവിക്ക് ചെറിയ പ്രശ്നമുണ്ടായതുകൊണ്ട് ഭാഷ പഠിക്കുവാനും ആൾക്കാരോട് സംസാരിക്കുവാനും റിലേഷൻഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുവാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്കിലും അതെല്ലാം കഴിഞ്ഞ് തന്റെ ശുശ്രൂഷകൾ താൻ ആരംഭിക്കുന്നു. ഒരു സുവിശേഷകനായി പ്രവർത്തിക്കുന്നു. രാവും പകലും ദൈവവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തനിക്ക് ആത്മാക്കളെ ജയിക്കുവാൻ കഴിയാതെ, തനിക്ക് കർത്താവിലേക്ക് ജനത്തെ കൊണ്ടുവരുവാൻ കഴിയാത്ത അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥ. But even after years of his hard work and labor, he was not able to win souls. He was not able to lead people to Christ, and this weighed his heart.
ഒത്തിരി വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടും അധ്വാനിച്ചിട്ടും സുവിശേഷം പറഞ്ഞിട്ടും കർത്താവിന്റെ വേല ചെയ്തിട്ടും ആത്മാക്കളെ കർത്താവിലേക്ക് നേടുവാൻ കഴിയാത്ത അങ്ങനെയുള്ളൊരു അവസ്ഥയാൽ താൻ ഭാരപ്പെടുകയും അങ്ങനെ പരിശുദ്ധാത്മാവ് തന്നെ പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും നയിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ താൻ തുടങ്ങി. പ്രാർത്ഥനയുടെയും അഭയാചനയുടെയും ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീർന്നു. പഞ്ചാബ് പ്രയർ യൂണിയൻ എന്ന് പറഞ്ഞ് താൻ ഒരു കൂട്ടായ്മ ആരംഭിച്ച് പഞ്ചാബിന്റെ ഉണർവിന് വേണ്ടി താൻ ദേവദാസന്മാരെ കൂട്ടി അവർ ഒരുമിച്ച് പഞ്ചാബിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ സമയം ചെലവിടുകയാണ്. ജോർജ് അങ്ങനെയുള്ള അനേക ദേവദാസന്മാർ ഒരുമിച്ച് കൂടി വന്ന് അവർ പഞ്ചാബിന്റെ ആത്മീയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ നയിക്കുവാൻ ഇടയായിത്തീർന്നു. ജോൺ ഹൈഡ് പ്രാർത്ഥനയിൽ ഒത്തിരി മണിക്കൂറുകൾ താൻ സ്പെൻഡ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഒത്തിരി നേരം മുട്ടിന്മേൽ ഇരുന്ന് നെടുമ്പാട് ദൈവസന്നിധിയിൽ നെടുമ്പാട് രാത്രി മൊത്തവും ഉറങ്ങാതെ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അങ്ങനെ പ്രാർത്ഥനയുടെയും അഭയാചനയുടെയും ആ ട്രവേലിംഗ് സ്പിരിറ്റിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു. എപ്പം നോക്കിയാലും ജോൺ ഹൈഡ് പ്രാർത്ഥിക്കുകയാണ്. എപ്പോൾ നോക്കിയാലും ഉപവാസത്തിലാണ്. ഒരു പ്രാർത്ഥനയുടെ ഒരു ജീവിത ശൈലിയിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ പടിപടിയായി ഉയർത്തുവാൻ ഇടയായിത്തീർന്നു. തന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വലിയ ബോധ്യം കൊടുത്തു. അങ്ങനെ 1904 സയാൽകോട്ട്, ഇപ്പോൾ പാകിസ്ഥാനിലായിരിക്കുന്ന ആ സ്ഥലത്ത് വെച്ചൊരു കൺവെൻഷൻ ക്രമീകരിച്ച് വേല ചെയ്യുന്ന ദേവദാസന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു കൺവെൻഷൻ ക്രമീകരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ എനിക്ക് ബോധ്യം കൊടുത്തു. അങ്ങനെ ആ കൺവെൻഷൻ ക്രമീകരിക്കുകയാണ്. അതിനു മുന്നോടിയായി ഏകദേശം 30 ദിവസങ്ങൾ മുമ്പേ തന്നെ ദിനരാത്രങ്ങൾ ദേവദാസന്മാർ ജോൺ ഹൈഡും മക്കൈൻ എന്ന് പറഞ്ഞ ദേവദാസനും ജോർജ് ടേണർ, ഈ ദേവദാസന്മാർ ഈ 3 പേര് അവര് ദിനരാത്രങ്ങൾ രാവും പകലും അവർ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ നിരന്തരമായി, ദൈവമേ നീ പഞ്ചാബിൽ വലിയൊരു ആത്മീയ ഉണർവ് കൊണ്ടുവരണമേ, ഈ കൺവെൻഷനിൽ ഒരു വലിയ ആത്മപകർച്ച നടക്കണമേ, ഒരു വലിയ ആത്മസന്ദർശനം നടക്കണമേ, ദൈവദാസന്മാരെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ എൻകൗണ്ടറിലേക്ക് നടത്തണമേ എന്ന് ദിനരാത്രങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയും അഭയാചനയിലും അവർ സമയം കഴിക്കുവാൻ ഇടയായിത്തീർന്നു. സിലാക്കോട്ട് കൺവെൻഷനിലേക്ക് പഞ്ചാബിൽ നിന്നും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനം കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ആ കൺവെൻഷൻ വലിയ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. സ്വർഗം ഭൂമിയിൽ വെളിപ്പെട്ട ആ നിലവാരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു സാന്നിധ്യം, a mighty presence of God began to invade the Sialkot convention meetings and people came under the convicting presence of the Holy Spirit. വലിയ ആത്മസാന്നിധ്യത്താൽ ജനം നിറയുവാൻ ഇടയായിത്തീർന്നു. പാപബോധത്താൽ വലിയ മാനസാന്തരങ്ങൾ, പൊട്ടി കരഞ്ഞ് കഠിനമായ ഹൃദയത്തിന്റെ അവസ്ഥകളൊക്കെ മാറി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി അനുദമിച്ച് മാനസാന്തരപ്പെടുന്ന വലിയ മാനസാന്തരത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് ജനത്തെ നയിക്കുവാൻ ഇടയായിത്തീർന്നു. There was great repentance, there was great crying, with loud cries and tears people began to repent and come near to God, committing and surrendering their life to God. പഞ്ചാബിൽ ഒരു വലിയ ചലനത്തിന്റെ ആരംഭം കുറിക്കുവാൻ ഈ കൺവെൻഷൻ ഇടയായിത്തീർന്നു. വലിയ ദൈവപ്രവർത്തി, വലിയ ആത്മസാന്നിധ്യം, ദൈവമഹത്വം സിലാക്കോട്ടിലെ കൺവെൻഷൻ ടെന്റിലേക്ക് ഇറങ്ങുന്നത് പോലെ സ്തോത്രം. ഈ കൺവെൻഷൻ നടക്കുമ്പോൾ, ദൈവവചനം പഠിപ്പിക്കപ്പെടുമ്പോൾ, ആരാധനകൾ നടക്കുമ്പോൾ ഈ കൺവെൻഷന്റെ രണ്ട് സൈഡുകളിലും 2 ടെന്റുകൾ ഉയർത്തി നിരന്തരമായി 24 മണിക്കൂറും നിരന്തരമായി പ്രാർത്ഥനയിലും അഭയാചനയിലും ഇന്റർസെഷൻ ചെയ്യുന്ന 2 ടീമുകൾ നിരന്തരമായി ഈ കൺവെൻഷനിൽ നടക്കുന്ന ഈ യോഗങ്ങളിൽ ദൈവമേ അങ്ങയുടെ വലിയ സാന്നിധ്യം, അങ്ങയുടെ വലിയ ആത്മപകർച്ച ഉണ്ടാകുവാൻ ഉള്ള പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള ഒരു ടീം അവിടെ പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. 1904 സയൽകോട്ട് കൺവെൻഷനിൽ വലിയ ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഓരോ വർഷവും 1905, 6 ഓരോ വർഷവും ഇതുപോലെ സയൽകോട്ടിൽ തന്നെ ഈ കൺവെൻഷനുകൾ ക്രമീകരിച്ച് പഞ്ചാബിലും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഭാരതത്തിൽ ഉള്ള അനേക ദേവദാസന്മാരെ ഒരുമിച്ച് വന്ന് ആത്മാവിലുള്ള ഒരു പുതുക്കത്തിന് വേണ്ടി, ഒരു നവീകരണത്തിന് വേണ്ടി, ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങും റിവൈവലിന് വേണ്ടിയും ഈ മീറ്റിങ്ങുകൾ കാരണമായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവം ജോൺ ഹൈഡിനെ ആ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെയും അഭയാചനങ്ങളുടെയും ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നിലമ്പാടെ രാത്രികൾ മൊത്തവും
ഹല്ലേലൂയ. ഉറങ്ങാതെ പ്രാർത്ഥിക്കുവാൻ എപ്പോൾ നോക്കിയാലും ജോൺ ഹൈഡ് ഒന്നെങ്കിൽ സുവിശേഷം പറയുന്നു, ഒന്നെങ്കിൽ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രതീതി. He was completely saturated and soaked and under the burden of prayer. ഹല്ലേലൂയ. ദിനരാത്രങ്ങൾ പ്രാർത്ഥിക്കുന്ന, വളരെ കുറച്ച് മാത്രം കഴിക്കുന്ന, എപ്പോഴും ഉപവാസത്തിലായിരിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട ജോൺ ഹൈഡ് ഒരു വലിയ ഇന്റർസെസറായ ദൈവം ഭാരതത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആത്മാവിനാൽ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ, അഭയാചനയുടെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട് ട്രവേലിംഗ് സ്പിരിറ്റിന്റെ അധീനതയിൽ വന്ന് രാവിലെയും രാത്രിയും ആത്മഭാരത്താൽ സ്തോത്രം ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ, പഞ്ചാബിന്റെ ഉണർവിന് വേണ്ടി കരയുവാൻ, ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവമേ ആത്മാക്കളെ തരണമേ, ആത്മാക്കളെ തരണമേ, ഒരു വലിയ കൊയ്ത്ത് ഭാരതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ജോൺ ഹൈഡ് സ്തോത്രം രാത്രി ആത്മാവിൽ കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ വിലപിച്ച് ആത്മഭാരത്തോട് പ്രാർത്ഥിക്കുന്ന ജോൺ ഹൈഡ്. John Hyde was a man of deep prayer, and God led him into the depths of prayer and intercession. He would come under the spirit of travail, and he would agonize, and he would be in the anguish of soul under the burden of God, under the burden for souls, and cry and intercede, God, give us souls. Hallelujah. Give me souls. Give us souls, oh God. Let there be a great awakening in Punjab. Let there be a great awakening in India. അങ്ങനെ ഒരു രീതിയിൽ താൻ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വളരെ കുറച്ചു നേരം മാത്രം ഉറങ്ങുകയും വളരെ സ്തോത്രം പ്രാർത്ഥനയിൽ തന്നെ ഉത്തിരുന്ന് ആഹാരം പോലും കഴിക്കാൻ മറന്നുപോയി എപ്പോഴും ഉപവാസത്തിലായിരിക്കുന്ന ഈ മനുഷ്യനെ ഭാരതീയർ കണ്ടപ്പോൾ ജോൺ ഹൈഡിന് ഭാരതീയർ, അന്നത്തെ ദേവദാസന്മാർ ഇട്ടൊരു പേരാണ് പ്രാർത്ഥനയുടെ അപ്പോസ്തലനും. പ്രാർത്ഥിക്കുന്ന ഹൈഡ് എന്താ സ്തോത്രം, ഉറങ്ങാത്ത മനുഷ്യനെന്ന് തന്റെ മേൽ സ്തോത്രം ഒരു പേര് വന്നു. ജോൺ ഹൈഡ്, a man of prayer, the apostle of prayer, called the praying Hyde, a man who never sleeps. Hallelujah. അങ്ങനെ ഒരു പേര് ജോൺ ഹൈഡിന്റെ മേൽ വരുവാൻ ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവ് ജോൺ ഹൈഡിനെ വീണ്ടും പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി സ്തോത്രം ഒരു ദേശത്തിന്മേൽ വെച്ചിരിക്കുന്ന, ദേശത്തിന്മേൽ നിയമിച്ചാക്കിയിരിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെ ഒരു വലിയ ആത്മബോധ്യത്തിലേക്ക് ജോൺ ഹൈഡിനെ കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. യെരുശലേമിന്റെ മതിലുകൾ മേൽ ഞാൻ കാവൽക്കാരെ നിയമിച്ചാക്കിയിരിക്കുന്നു എന്നുള്ളത് പോലെ ജോൺ ഹൈഡ്, ഞാൻ നിന്നെ ഭാരതത്തിന്റെ മതിലിൽ ഒരു കാവൽക്കാരനായി ഞാൻ നിയമിച്ചാക്കിയിരിക്കുന്നു, എന്നോട് കൂടെ നീയും കാവൽ ചെയ്യുവാൻ. അങ്ങനെ കർത്താവിനോട് കൂടെ പരിശുദ്ധാത്മാവിനോടൊപ്പം ഭാരതത്തിന് വേണ്ടി കാവൽ ചെയ്യുന്ന, വാച്ച് ചെയ്യുന്ന ഒരു വാച്ച്മാൻ ആയിട്ടുള്ള ആത്മതലങ്ങളിൽ ഉന്നത ആത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുപോയ ദൈവത്തിന്റെ ദാസനാണ് ജോൺ ഹൈഡ്. Hallelujah. He was an incredible man of God whom God took into the heights of intercession, from the level of prayer and intercession to the travailing spirit, to the place where God lifted him and appointed him to be a watchman over India, giving him with that watchman anointing and that burden to be a watchman on the walls of India, to watch with the Lord Jesus, to watch with the Holy Spirit over the affairs of the nation of India. Hallelujah. അങ്ങനെ സ്തോത്രം പ്രാർത്ഥനയിൽ അഭയാചനയിൽ എപ്പോഴും നിരന്തരമായി മധ്യസ്ഥ അണയ്ക്കുന്ന ജോൺ ഹൈഡ് സ്തോത്രം പഞ്ചാബിന്റെ ഉണർവിൽ നിന്ന് ഭാരതത്തിന്റെ ഉണർവിലേക്കും, ഭാരതത്തിന്റെ ഉണർവിൽ നിന്ന് രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ ഒരു വേൾഡ് വൈഡ് റിവൈവൽ ഉണ്ടാകുവാൻ നിരന്തരം പ്രാർത്ഥിച്ച് ഹൃദയത്തിൽ ആ ബേർഡൻ കൊണ്ടു നടന്ന ഒരു ദൈവത്തിന്റെ ദാസന, എപ്പോഴും പ്രാർത്ഥനയിൽ, എപ്പോഴും ഉപവാസത്തിൽ, എപ്പോഴും ദൈവസന്നിധിയിൽ കരയുന്ന, എപ്പോഴും ആത്മഭാരത്തോടെ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ഉപകരണമായി തീർന്ന ജോൺ ഹൈഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ജോൺ ഹൈഡിന്റെ ജീവിതം അനേകരെ സ്വാധീനിക്കുവാൻ ഇടയായിത്തീർന്നു. സൈലക്കോട്ട് കൺവെൻഷനിലേക്ക് ഓരോ വർഷവും ജനം വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നവീകരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ജനം നിറഞ്ഞ്, ദേവദാസന്മാർ നിറഞ്ഞ് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി വലിയ ദൈവപ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ അത് ഇടയായിത്തീർന്നു. സ്തോത്രം. 1908 ജോൺ ഹൈഡിന്റെ ഹൃദയത്തിൽ ദൈവം ഒരു ഭാരം കൊടുത്ത് താൻ ദൈവത്തോട് ഉടമ്പടി എടുക്കുക. ദൈവമേ, എനിക്ക് സ്തോത്രം
ഒരു ദിവസം ഒരു ആത്മാവിനെ തരണമേ. Give me one soul a day. He made a covenant with God in prayer and said, give me one soul a day. In 1908, he prayed that prayer and God answered that prayer. At the end of that year, God gave him 400 souls. ആ വർഷത്തിന്റെ അവസാനം ദൈവം 400 ആത്മാക്കളെ ജോൺ ഹൈഡിന് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. 400 ആൾക്കാരെ കർത്താവിലേക്ക് നയിച്ച് അവരെ സ്നാനപ്പെടുത്തുവാൻ ജോൺ ഹൈഡിനെ ദൈവം ശക്തീകരിക്കുവാൻ ഇടയായിത്തീർന്നു. രാത്രി മൊത്തം പ്രാർത്ഥിക്കുകയും രാവിലെ ആത്മാക്കൾക്ക് വേണ്ടി തിരയുന്ന സ്തോത്രം ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും പോയി ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജോൺ ഹൈഡിന്റെ ജീവിതം പ്രാർത്ഥനയും പ്രസംഗവും ദൈവവചനം പഠിപ്പിക്കലും സ്തോത്രം അങ്ങനെ ഉട്ടിരുന്ന ദൈവത്തിനു വേണ്ടി സമ്പൂർണമായി കോൺസെൻട്രേറ്റഡ് ആയിരുന്ന വേർതിരിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു ജോൺ ഹൈഡ്. A man who was totally surrendered to God, absolutely surrendered to God, consecrated to God. Either he would be preaching or he would be teaching or he would be preaching, and he was so much under the burden of God. Hallelujah. 1909 താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് 2 ആത്മാക്കളെ തരണമേ. Hallelujah. God, give me 2 souls a day. And God honored and answered his prayer, and 800 souls were given to him in the next year. ദൈവം തന്റെ പ്രാർത്ഥനകളെ മാനിച്ച് അടുത്ത വർഷം എനിക്ക് 800 ആത്മാക്കളെ കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. താൻ വീണ്ടും തന്റെ പ്രാർത്ഥനകളെ കർത്താവ് എനിക്ക് 4 ആത്മാക്കളെ ഒരു ദിവസം തന്നെ സ്തോത്രം. കർത്താവ് തന്റെ പ്രാർത്ഥനകളെ മാനിച്ച് സ്തോത്രം ആത്മാക്കളുടെ ഒരു വലിയ കൊയ്ത്ത് സ്തോത്രം ദൈവം എനിക്ക് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആത്മാക്കൾ കർത്താവിലേക്ക് വരുവാൻ ഒരു പ്രതിഫലം ഒരുക്കി കൊടുത്ത ഒരു ദൈവത്തിന്റെ ദാസനാണ് ജോൺ ഹൈഡ്. ഹല്ലേലൂയ. 1910-11 ആ വർഷങ്ങളിൽ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനങ്ങൾ സ്തോത്രം സായലക്കോട്ട് കൺവെൻഷനിലും പഞ്ചാബിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ ആത്മപകർച്ച, വലിയ കൊയ്ത്ത്. ഇതുവരെ പഞ്ചാബ് കാണാത്ത നിലവാരത്തിൽ സുവിശേഷ വേല തടസ്സപ്പെട്ട് വർഷങ്ങൾ പ്രവർത്തിച്ചിട്ട്, വർഷങ്ങൾ മിഷണറികളും ദേവദാസന്മാർ പ്രവർത്തിച്ചിട്ട് അവിടെ ഫലമില്ലാത്ത അങ്ങനെയുള്ള ബാരൻ ആ സ്ഥലങ്ങളിൽ സ്തോത്രം ആത്മാവിന്റെ വലിയ കൊയ്ത്ത് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം അങ്ങനെ 10,000-കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ജോൺ ഹൈഡും ജോൺ ഹൈഡിന്റെ ടീമും അവിടെയുള്ള ദേവദാസന്മാർ ആ സൈലക്കോട്ട് കൺവെൻഷനിൽ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ആത്മപകർച്ച ലഭിച്ച് ആത്മനിയോഗം ലഭിച്ച ദൈവദാസന്മാരിൽ കൂടെ ലക്ഷക്കണക്കിന് ആത്മാക്കളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. വലിയ ഒരു ഉണർവ്, വലിയ ഒരു ദൈവപ്രവൃത്തി, വലിയ ഒരു ദൈവിക ചലനം, വലിയ മനസ്സാന്തരങ്ങൾ, വലിയ പരിശുദ്ധാത്മാവിന്റെ ഒരു മൂവ് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ജോൺ ഹൈഡ് എപ്പോഴും പ്രാർത്ഥിക്കുകയും സ്തോത്രം പ്രാർത്ഥനയിൽ താൻ പ്രവചിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ലോക രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ആത്മപകർച്ച ഉണ്ടാകും എന്ന് താൻ പ്രവചിച്ച് പറയുവാൻ തുടങ്ങി. സ്തോത്രം. വെയിൽസിൽ വലിയ ഉണർവ് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. 1906 അസൂസയിൽ വലിയ ഉണർവ് വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. Hallelujah. John Hyde was a man of prayer, and in prayer God began to reveal of the coming outpourings of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ചകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തി. സ്തോത്രം. 20-ാം നൂറ്റാണ്ടിൽ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്ന പകർച്ചകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി താൻ ആത്മാവിൽ പ്രവചിക്കുകയും വെയിൽസിലെ ഉണർവും സ്തോത്രം അസൂസയിൽ നടക്കുന്ന ഉണർവുകളൊക്കെ സ്തോത്രം താൻ മുൻകൂട്ടി പരിശുദ്ധാത്മാവിൽ ദൈവം ലോക രാജ്യങ്ങളിൽ ആത്മപകർച്ചയുടെ കാര്യങ്ങളെ പ്രവചിക്കുവാൻ ഇടയായിത്തീർന്നു. He began to prophesy of the coming moves of God, of the coming outpourings of God that would happen in different places. And praise God, there was a mighty revival in Wales. There was a mighty revival in Azusa. There was mighty revival in different places of the nations of the world. And John Hyde was a man whom God used, who came under the burden of God, who came under the burden of prayer and intercession and travail, so that the revival could be birthed in not only in Punjab and in India, but in the nations of the world. He served as a mighty catalyst and trigger to trigger revivals and the outpouring of the Holy Spirit in different places in the different nations of the world. Hallelujah. Praise God. 1912 സ്തോത്രം ജോൺ ഹൈഡിന് ഒരു വലിയ രോഗം പിടിപെട്ട്, മെലിഗ്നന്റ് ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് താൻ മരിക്കുവാൻ ഇടയായിത്തീർന്നു. താൻ കർത്താവിനോട് ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. 46 വയസ്സ് വരെ ജീവിച്ച ജോൺ ഹൈഡ് സ്തോത്രം കർത്താവിന്റെ
ഒരു പ്രാർത്ഥനയുടെ അപ്പോസ്തലനായി ഭാരതത്തിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു വലിയ ദാനം, ഒരു വലിയ ഗിഫ്റ്റായി ദൈവം ജോൺ ഹൈഡനെ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. Hallelujah. At the age of 46 years he died. He was promoted to glory as a result of a malignant brain tumor that he had, and he was taken to be with the Lord. And he was promoted to glory. Hallelujah. And God gave John Hyde the apostle of prayer as a great gift to the land of India, to awaken the people to the dimension, the deeper dimensions of prayer, intercession and travailing prayer. Hallelujah. ജോൺ ഹൈഡിന്റെ അവസാനത്തെ വാക്കുകളാണ് ഇംഗ്ലീഷിൽ ഷൗട്ട് വിക്ടറി ടു ജീസസ്. യേശു കർത്താവിന് ജയഘോഷം ഉയർത്തുക, ജയധ്വനി ഉയർത്തുക എന്നായിരുന്നു തന്റെ അവസാനത്തെ വാക്കുകൾ. താനത് ഹിന്ദിയിലാണ് പറഞ്ഞത്. ബോലോ യേശു മസീഹ് കി ജയ്. തന്റെ അവസാനത്തെ, മരിക്കുന്നതിന് മുമ്പേ ഉള്ള തന്റെ അവസാനത്തെ വാക്കുകളാണ് സ്തോത്രം, ഷൗട്ട് വിക്ടറി ടു ജീസസ്, ബോലോ യേശു മസീഹ് കി ജയ്. ഹല്ലേലൂയ. ഇന്ന് പഞ്ചാബിലെ ചർച്ചുകളിൽ സ്തോത്രം ജോൺ ഹൈഡ് പറഞ്ഞ ഈ വാക്കുകളാണ് അവരുടെ വാർ ക്രൈ, അവരുടെ ജയഘോഷമായി അവർ ഉയർത്തുന്നത്. ബോലോ യേശു മസീഹ് കി ജയ്. പഞ്ചാബിലും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഏത് സഭയിൽ പോയാലും അവിടെ പറയപ്പെടുന്ന, വീണ്ടും പറയപ്പെടുന്ന വാക്കുകളാണ് ബോലോ യേശു മസീഹ് കി ജയ്. Hallelujah. Shout victory to Jesus. യേശു കർത്താവിന് ജയം എന്നുള്ള ആ വാക്കുകൾ സ്തോത്രം. Hallelujah. ഈ ദൈവ മനുഷ്യൻ സ്തോത്രം ഭാരതത്തിന്റെ ദൈവസഭയ്ക്ക് കൈമാറി പോകുവാൻ ഇടയായി തീർന്നു. Hallelujah. Praise God. The life of John Hyde has been a great inspiration and challenge to many men and women of God over the centuries. And hallelujah. And this day, even as you've heard this message, may this inspire you. Hallelujah. നാം അന്ത്യകാലത്തിന്റെ അന്തിമ നിമിഷങ്ങളിൽ വന്ന് നിൽക്കുന്ന ആ സമയങ്ങൾ നാം വെച്ചിരിക്കുന്നു. We are in the last of the last days. And even as God wants to move by his power in this world, like John Hyde, may we come under the burden of prayer. May we come under the burden for souls. And may we pray like John Hyde, give me souls, O God. And allow the Holy Spirit of God to take us, to take complete control over us. That we would come and be yielded to the spirit of prayer, intercession and travail, that God can take us into the greater dimensions of prayer, so that this prayer and this plan and purpose of God will be fulfilled in our generation, to see the greatest of all revival. Hallelujah. നാം അന്ത്യകാലത്തിന്റെ അന്തിമ നിമിഷങ്ങളിൽ വന്നിരിക്കുകയാണ്. സ്തോത്രം. ജോൺ ഹൈഡിനെ പോലെ നമുക്കും ആത്മഭാരത്താൽ പിടിക്കപ്പെട്ട്, ദൈവമേ ആത്മാക്കളെ തരണമേ കർത്താവേ, ഒരു വലിയ ആത്മീയ ഉണർവിന് വേണ്ടി കർത്താവ് സകലതും ക്രമീകരിച്ചിരിക്കുന്നു കർത്താവേ. അതിനാൽ ഞാനൊന്ന് പിടിക്കപ്പെടുവാൻ ഇടയായി തീരണമേ. ആത്മാവിന്റെ നോവ് ലഭിച്ചവളായി സിയോന് നോവ് കെട്ടി അവൾ മക്കളെ പ്രസവിച്ചു എന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ കർത്താവേ, Zion travailed and she brought forth her children. കർത്താവേ, നിന്റെ ആത്മാവിനാൽ, പ്രാർത്ഥനയുടെയും മധ്യസ്ഥയുടെയും ട്രവെയിലിംഗ് സ്പിരിറ്റിനെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട് ജോൺ ഹൈഡിനെ പോലെ കർത്താവേ സ്തോത്രം, ഞങ്ങളും പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിലും മധ്യസ്ഥയിലും സ്തോത്രം ആത്മഭാരത്താൽ പിടിക്കപ്പെട്ട് ഒരു വലിയ ഉണർവിന് വേണ്ടി കർത്താവേ ഞങ്ങളെയും സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിക്കാം. Hallelujah. We are in for the greatest of all revival. സ്തോത്രം. ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഉണർവിന് വേണ്ടിയുള്ള സമയമായി അതിനുവേണ്ടി നമുക്കും ഒരുങ്ങാം. God bless you.